പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബ് ഫാത്തിമയും അലിയും ഇരിക്കുന്നതിന്റെ പായയുടെ മധ്യഭാഗത്ത് വന്നിരുന്നു. എന്നിട്ട് ഫാത്തിമയോടും അലിയോടും പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട അലിയെ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, നീ സെർവന്റിനെ ചോദിച്ചുകൊണ്ട്, ഒരു സേവകനെ ചോദിച്ചുകൊണ്ട് ആയിഷയുടെ അടുത്ത് വന്നല്ലേ? എന്നാ പൊന്നുമോളെ, അലാ ഉഅല്ലിമുകുമാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖൈറും മിമ്മാ സഅൽതുമാനി, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ കരണീയമായ അഭികാമ്യമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇദാ ഖദതുമാ മലാജിഅകുമാ, നിങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പായ വിരിച്ചിട്ട് എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നുമോനെ അലിയെ, നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, തുകബ്ബിറാനി അർബഅൻ വസലാസി വതുസബ്ബിഹാനി സലാസൻ വസലാസി വതുഹമ്മിദാനി സലാസൻ വസലാസി, 33 പ്രാവശ്യം സുബ്ഹാനല്ലയോ, 33 പ്രാവശ്യം അൽഹംദുലില്ലയോ, 34 പ്രാവശ്യം നിങ്ങൾ അല്ലാഹു അക്ബർ രണ്ടുപേരും ഒന്ന് പറയുമോ? ഖൈറുൻ ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിമി, ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്കത് അഭികാമ്യമാണ്. റവാഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. സങ്കടപ്പെട്ട് പൊന്നുമോളുടെ കൈപൊട്ടി ഒലിക്കുന്ന രംഗം കണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ തുറന്നു കൊടുത്ത മരുമകന്റെയും മകളുടെയും വിരിപ്പിന്റെ മധ്യേ ആ ഹബീബായ മുത്തുനബി ഇരുന്നിട്ട് രണ്ടുപേരോടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു തരാം. നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ നേരത്ത് 33 വീതം ഈ പറഞ്ഞ തസ്ബീഹുകൾ ചൊല്ലി, തഹ്മീദും ചൊല്ലി, നിങ്ങൾ തക്ബീറും ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ ഒരു ഖാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ അഭികാമ്യമാണ് എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് ഇമാം സുറഖാനി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ജോലി ഭാരം കുറയാൻ നിങ്ങൾക്ക് പറ്റിയത് കിടക്കാൻ നേരത്തെ ഈ തസ്ബീഹ് ചൊല്ലലാണ്. എത്ര സമയം വേണം? എത്ര സമയം വേണം? പെണ്ണുങ്ങൾക്ക് അതിന് സമയമുണ്ടോ? കാരണം ഇപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത് കുട്ടികൾ ഉറങ്ങിയതിനു ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ല. ജീവിതത്തിൽ നിങ്ങളുടെ പ്രാരാബ്ധം ഒഴിഞ്ഞ ദിവസമുണ്ടോ? നിങ്ങൾ നേരം വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതല്ലേ? പിന്നെ നിങ്ങൾ പാത്രങ്ങളോടുള്ള മല്ലയുദ്ധമല്ലേ നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾക്ക് എപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. അടുക്കളയിൽ നിന്ന് എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്? രാത്രി 10 മണിക്കും 11 മണിക്കും അടുക്കളയിൽ ചെന്നാൽ രാവിലെ മുതൽ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ. ആകെ 3 പേരേ ഉള്ളൂ. കെട്ടിയോനും കുട്ടിയോളും ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പണി കൂടുതലാണ്. ഇതൊക്കെ മാറാനുള്ള, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരിയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് സയ്യിദത്തുന ഫാത്തിമത്തുൽ ബത്തൂൽ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇത്രയും പ്രോജ്വലത അല്ലാഹു തആല നൽകിയത്. നബി തങ്ങൾ പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ടു. ഖാദിമിന് നമ്മളെ മക്കളെങ്ങാനും വന്നിട്ട് കെട്ടിച്ചെടുത്തുന്നിട്ട് പറയാ, ആകെ വിഷമമാണ്, എന്റെ ഭർത്താവിന്റെ തുണി കഴുകണം, ഭർത്താവിന്റെ വാപ്പാന്റെ കഴുകണം, അവന്റെ അനിയന്റെ കഴുകണം, ചേട്ടന്റെ കഴുകണം, ഇതെല്ലാം കഴുകിടുമ്പോ അമ്മായി അമ്മ ഉടുത്തിരിക്കുന്നത് കൊണ്ടിടും, ആകെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ വാപ്പ പറഞ്ഞു കൊടുക്ക, മോളെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാ, മോക്ക് നല്ല ഒരു കാര്യം. നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ 2 വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതല്ല, നമ്മൾ മകളോട് പറയാണ്, നീ കിടക്കാൻ നേരത്ത് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, നിന്റെ ജോലിയുടെ ഭാരം കുറയും, ഇതൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മകള് കേൾക്കുവോ? നമുക്ക് പറഞ്ഞ നമ്മുടെ മകള് നല്ലതുപോലെ നമ്മളോട് ഇടപെടുവോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെയാണ് ഉപ്പയും മകളും ആത്മീയ നിർവൃതിയിൽ, ആത്മീയ ലോകത്തെ ഏറ്റവും വെള്ളരിപ്രാവുകളായി നമ്മുടെ മുമ്പിൽ മഹിതമായ മാതൃക മലർക്കെ മാലോകർക്ക് തുറന്നു കൊടുക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതൃകയാണ്. അതുകൊണ്ട് ജോലി ഭാരം കുറയും എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഏത് ഘട്ടത്തിലും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാനസിക വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ദിക്ർ ചൊല്ലിയാൽ ഒരുത്തരും നമ്മളെ തൊടാൻ പോകുന്നില്ല. ഒറ്റ ഒരുത്തരും നമ്മുടെ രോമത്ത് തൊടാൻ പറ്റില്ല. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, ഇദാ ഹുവ ദക്കറനി, എന്നെ എന്റെ അബ്ദ് ഓർത്താൽ അന മഅബ്ദി, ഞാൻ അവനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് ഹബീബായ നബി തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. പറഞ്ഞത് അള്ളാഹുവാണ്. വെറുതെ ആവൂല. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ബനൂ ഇസ്രായേലിലേക്ക് അയച്ചു, നിയോഗിച്ചു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബനൂ ഇസ്രായേലികളിലേക്ക് അള്ളാഹു നിയോഗിക്കുമ്പോൾ അവരോട് ദിക്ർ ചൊല്ലാൻ പറയൂ എന്ന് പ്രത്യേകം അള്ളാഹു തആല യഹ്യ നബിയോട് പറഞ്ഞിട്ടൊരു ഉദാഹരണം കൂടി അള്ളാഹു യഹ്യ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരോട് ചെന്നിട്ട് പറയാൻ ഒരു ഉദാഹരണം. ആ ഉദാഹരണം പറഞ്ഞാൽ ഒരു NRC അല്ല, ഒരു CAA അല്ല, അതൊക്കെ മറന്നുപോയി. മുമ്പ് എല്ലാവരുടെയും വായിൽ വരുന്നത് CAA, NRC എല്ലാം വായിൽ വരുമായിരുന്നു. ഇപ്പൊ ആകെ വരുന്നത് 3 വാക്കാ. ഒന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ മാസ്ക്, പിന്നെ സാനിറ്റൈസ്. ഇത് 3 ഇപ്പൊ വായിൽ. ഓരോ കാലത്ത് ഓരോന്ന് നമ്മുടെ വായിൽ വരും കുട്ടികൾക്കൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ കോട്ട അല്ലാഹു തആല യഹ്യ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യഹ്യ നബിയോട് അല്ലാഹ് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ചെല്ല് നബിയെ, ബനൂ ഇസ്രായേലികൾക്ക് എന്നെ ഓർക്കാൻ, എന്നെ ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടു. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഉദാഹരണം കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? മസലു ദിക്രി കമസലി ഖൗമിൻ ലഹും ഹിസ്നുൻ വബിഖുർബിഹിം അദുവുൻ ഫദഖലു ഹിസ്നഹും വഅഗ്ലഖൂ ബാബാ. അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് യഹ്യ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കു നബിയെ. എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോ തേവമ്പാറ എന്നൊരു കൊച്ചു ഗ്രാമം, മനോഹരമായ ഗ്രാമം, മലയോര പ്രദേശത്തിന്റെ എല്ലാ സൗന്ദര്യവും എല്ലാം തികഞ്ഞ ഒരു മനോഹരമായ ഒരു നാട് തേവമ്പാറ എന്ന ഒരു പ്രദേശം. ഇവിടെ ശബ്ദ കോലാഹലങ്ങളില്ല, ഇവിടെ ഭീകരമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം, തേവമ്പാറ. ഈ തേവമ്പാറയിൽ താമസിക്കുന്ന ഈ ജനത, തേവമ്പാറ മഹലിൽപ്പെട്ട എല്ലാവരെയും ഒരു ഉദാഹരണം പറയാം. മസലു ദിക്രി കമസൽ ഖൗം. ഈ തേവമ്പാറയിലെ ഒരു ജനതയെ പോലെയാണ് അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നതിന്റെ ഉപമ. എങ്ങനെ? ലഹും ഹിസ്നുൻ. ഇവിടെ ഒരു വലിയ കോട്ട ഉണ്ടെന്നിരിക്കട്ടെ. കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പരിചയമുള്ള കോട്ട എന്ന് പറയുന്നത് കിഴക്കേ കോട്ടയാണ്. പിന്നെ ഇപ്പൊ കുറെ നാൾ കൊണ്ട് പടിഞ്ഞാറേ കോട്ടയും കൂടെ തിരിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കോട്ട അല്ലാഹു തആല ഉദാഹരണമായി പറഞ്ഞെന്താണെന്നറിയോ? പണ്ട് രാജാക്കന്മാർക്ക് ശത്രുക്കൾ വരുമ്പോ അവരെ ദൂരെ നിന്ന് വരുമ്പോ തന്നെ കാണാൻ പറ്റുന്ന നിലയിൽ ഉയരത്തിൽ കെട്ടിവെക്കുന്ന ഒരു വലിയ സംവിധാനമാണ് കോട്ട. അകത്ത് നിൽക്കുന്നവർക്ക് ഒരു ചെറിയ വിടവിലൂടെ പുറത്തു നിന്ന് വരുന്ന ശത്രുക്കളെ കാണാൻ പറ്റുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന ഒരാൾക്കും അകത്ത് നിൽക്കുന്ന ആരെയും കാണാൻ പറ്റില്ല. അമ്പെയ്യാനും വെടിവെക്കാനും എല്ലാ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഈ കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നു. പക്ഷെ പുറത്തു നിൽക്കുന്ന ആർക്കൊരു ചരൽ കല്ല് പോലും എടുത്തെറിയാൻ പറ്റില്ല. പടുകൂറ്റൻ കോട്ട. ഇങ്ങനെയുള്ള കോട്ടകൾ ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട്. ഫുജൈറയിൽ ഒരു പള്ളിയോട് ചേർന്നൊരു പഴയ പള്ളിയുണ്ട്. ഫുജൈറയിൽ അവിടെ ആ പള്ളിയുടെ കുറച്ചു മുകളിലായ ഒരു മനോഹരമായ കോട്ടയുണ്ട്. 1-2 കോട്ടകളുണ്ട്. ഞാൻ ആ കോട്ടയിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചുപോയി. പരിശുദ്ധമായ ഹറമുകളിൽ ഇതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ പള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്കി പത്രം ഒന്ന് അവശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ വികസനത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായ സൗദി ഗവൺമെന്റ് മനോഹരമായി സൗദി ആ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും ഏറ്റവും വലിയ പുരോഗമനത്തിൽ കൊണ്ടെത്തിക്കുന്നു. അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. പക്ഷേ ഏതെങ്കിലും നമ്മുടെ ഹബീബ് ജനിച്ച വീട് അതെങ്കിലും ഒന്ന് ഒരു ചുറ്റിക്കെട്ടിന്റെ ഉള്ളിൽ, പലപ്പോഴും സുലൈമാൻ ഉസ്താദ് ഉംറയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴും അല്ലാതെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? നബി തങ്ങൾ ജനിച്ച വീടുണ്ടല്ലോ, അത് പൊളിച്ചു കളയാതെ അത് അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാൻ എത്ര മനോഹരമാണ്. ഇപ്പൊ മമ്പുറത്ത് സിയാറത്തിന് പോയി. മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മമ്പുറത്ത് കയറി. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ എനിക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രസംഗത്തിന് അതിന്റെ സമീപത്ത് പോകുമ്പോഴും അല്ലാതെയും ഒക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോ ഏറ്റവും ഒടുവിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ബഹുമാനപ്പെട്ട നമ്മളോട് ഏറ്റവും അടുത്ത ഒരു സയ്യിദ്, നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു സയ്യിദ് എന്നോട് പറഞ്ഞു, ദാ ഇവിടെ മമ്പുറം തങ്ങൾ താമസിച്ച വീടുണ്ട്. മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് ഒരുപാട് സഹസ്രാബ്ദങ്ങളൊന്നും ആയില്ലല്ലോ, നൂറ്റാണ്ടുകളൊന്നും ആയില്ലല്ലോ.
ആ വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോ മൂപ്പര് ഒളുവെടുത്ത സ്ഥലം, മൂപ്പർ താമസിച്ചിരുന്ന സ്ഥലം, അതൊക്കെ അതേപോലെ പഴമയിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പഴയ ലോകം ഓർമ്മ വരികയാണ്. അങ്ങനെ നമ്മുടെ മുത്ത് നടന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ഹബീബ് ഇരുന്ന ഭാഗം, നമ്മുടെ ഹബീബ് ജീവിതത്തിൽ ഒന്ന് ചരിഞ്ഞു കിടന്ന ഭാഗം, അതെങ്കിലും ഒന്ന് പഴമ നിലനിർത്തി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതെങ്കിലും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു, നിർവൃതി അടയാൻ കഴിയുമായിരുന്നു. ഇപ്പോ എല്ലാം വികസനമായി. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഉംറ ചെയ്യണം. ഇപ്പൊ അതും പൂട്ടി. ഉംറ ചെയ്താലുള്ള ഗുണം എന്താ? ഇവിടെ ഇപ്പൊ സഫ മർവ എന്ന് പറഞ്ഞിട്ട് പർവ്വതങ്ങൾ വെച്ചിട്ടുണ്ട്, പാറക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. പർവ്വതത്തിന്റെ ഒരു ഭാഗമാണത്. നല്ല ഉയരത്തിലുണ്ടായിരുന്ന പർവ്വതം അതിന്റെ വികസനത്തിൽ ഇടിച്ചിടിച്ചിടിച്ച് ഇപ്പൊ അതിന്റെ മൂട് ഭാഗം മാത്രം വെച്ചിട്ടുണ്ട്. എല്ലാം വികസനം വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ട്, പഴമ മുഴുവനും നഷ്ടപ്പെട്ട് പുതുമയിലേക്ക് വരുമ്പോ ഇപ്പോ അറിയാൻ കഴിയുന്നു എസ്കലേറ്റർ പോലെ ഉണ്ടായി സഫ മർവയുടെ ഇടയിൽ. ഇനി വരാൻ പോകുന്ന സംവിധാനം അതാണ്. അതേ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. സഭയിൽ നിന്നിട്ട് കയറി നിന്നു കൊടുക്കുക, മറവേ ചെന്നങ്ങിറങ്ങും. മറവേ പോയി തിരിഞ്ഞും കയറി കൊടുക്കുക, സഭയിൽ വന്നിറങ്ങും. എന്ത് ത്യാഗം! സൈ എന്ന് പറഞ്ഞാൽ തന്നെ പരിശ്രമമാണ്. ഒരു പരിശ്രമവും ഇല്ല, നല്ല വിശ്രമമാണ്. നല്ല AC അല്ല, കയറി ഇങ്ങോട്ട് നിന്നു കൊടുത്താൽ മതി, കയ്യും ഇങ്ങനെ കെട്ടിയിട്ട്. 100 റിയാൽ കൊടുത്താൽ അവിടുത്തെ അറബികൾ നമ്മളെ വീൽ ചെയറില് കുതിരയേക്കാൾ വേഗത്തിൽ കൊണ്ടുപോകും. അതൊന്നും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇങ്ങനെ പോയാൽ പടച്ച തമ്പുരാനെ ചിന്തിക്കുമ്പോ അന്തം കിട്ടുന്നില്ല. 10-20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ അങ്ങ് തന്നെ പോവേണ്ടി വരില്ല. അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വേണ്ടി അവരങ്ങ് ഹജ്ജ് ചെയ്തോളും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് കഴിവുള്ളവര് ഈ ഹറമുകൾ തുറക്കപ്പെടുന്ന ഘട്ടം വന്നാൽ ഉടനെ ഹജ്ജ് ചെയ്തേക്കണം, ഉംറ ചെയ്തേക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 1 സെന്റ് കൊടുത്താലും 2-3 ഉംറ ചെയ്യാം. ബാക്കി പൈസ കൊണ്ട് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും കച്ചവടം തുടങ്ങാം. അത്രയും ഇപ്പോ വസ്തുക്കൾക്ക് വിലയുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, മോളെ കെട്ടിക്കട്ടെ. മോക്ക് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ പറയും ഇപ്പൊ LKG പഠിക്കുന്നതെന്ന് പറയും. അതിനി എന്നാ കെട്ടിക്കുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മാത്രമാണ് അലസതയും ഗഫലത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കോട്ട, ആ കോട്ടയുടെ ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ തേവമ്പാറയിലെ ജനങ്ങൾ ഒരിക്കലും പുറത്തു നിന്ന് ആക്രമിക്കാൻ വരുന്ന ഒരു ജനതയും അവരെ പേടിക്കേണ്ടി വരില്ല. ഈ വരുന്ന വഴിയിൽ ശത്രുക്കൾ എത്തി നിൽക്കുകയാണ്. നിങ്ങളോ ഈ പള്ളി ഒരു കോട്ടയായി സങ്കല്പിക്കുക. ഈ തേവമ്പാറ മഹലിലെ മുഴുവൻ ആളുകളും പള്ളിയിൽ കയറി നിൽക്കുകയാ. പുറത്ത് നിൽക്കുന്നവർക്ക് അകം കാണാൻ പറ്റില്ല, അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും പുറത്തുള്ള ശത്രുക്കളെ കാണാം. പക്ഷെ ഈ ശത്രുക്കൾ അകത്തേക്ക് കയറില്ല, വാതിലുകൾ കൊട്ടിയടച്ചു. നിങ്ങൾ ഇനി ആരെയാ പേടിക്കുക? ആരെയാണ് പേടിക്കുക? ആരെയും പേടിക്കണ്ട. അതാണ് അല്ലാഹു തആല യഹ്യാ നബിയോട് പറഞ്ഞു, ഇതുപോലെയാണ് ദിക്റിന്റെയും അവസ്ഥ. നമ്മൾ അല്ലാഹുവിനെ ഏത് സമയത്തും ഓർത്ത് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തനെയും നമ്മൾ ഭയപ്പെടണ്ട. ഒരുത്തന്റെ കണ്ണുരുട്ടലിലും നമ്മൾ വരണ്ടു പോണ്ട. ഒരുത്തനും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് നമ്മളെ ആട്ടി ഓടിക്കാൻ വരില്ല. ഈ ജനിച്ച മണ്ണിൽ നമ്മൾ മരിക്കും, നമ്മൾ ജീവിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ പടച്ചോനുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചിരിക്കണം. എന്നെ ഓർത്താൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ മാറട്ടെ, ജോലി ഭാരങ്ങൾ കുറയട്ടെ, അല്ലാഹു തആല ജീവിതം തുറസാക്കി തരട്ടെ, ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു എപ്പോഴും അവനെ ഓർക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുക, അവന് വേണ്ടി ദിക്ർ ചൊല്ലുക. ഇനി രണ്ടാമത് അല്ലാഹു ദിക്ർ എന്ന് പറഞ്ഞത് ഏതാണ്? ഈ ദിക്ർ എന്നും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ഇബാദത്ത് അല്ലാഹു പഠിപ്പിച്ചു. അതാണ് രണ്ടാമത്തെ ദിക്ർ. അതേത് ഇബാദത്താ? അല്ലാഹ് പറയുകയാണ് സൂറത്തു ത്വാഹയിൽ തന്നെ, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തിയ ദിക്ർ ഏതെന്നറിയോ? ഒന്ന് പടച്ചവനെ വാഴ്ത്തലാണ്, പുകഴ്ത്തലാണെങ്കിൽ, രണ്ടാമതായിട്ട് അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാകും എന്നെ ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ ദിക്ർ, അത് നമസ്കാരമാണ്. വഅഖിമിസ് സ്വലാത ലിദിക്രി. എന്നെ മറക്കാതെ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ
നമസ്കരിക്കണേ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം അല്ലാഹനെ ഓർക്കലാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന് ലോകത്തൊരുത്തനെയോ പേടിക്കണ്ട, ഒരാളെയും ഭയപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 40 വയസ്സെത്തുമ്പോൾ ചിശ്തിയാ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നല്ലോ മഹാനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ചിശ്തിയാ ത്വരീഖത്തിന്റെ ഏറ്റവും പ്രഗൽഭനായ ശൈഖാണ്. സഹോദരങ്ങളെ, ഡൽഹി നിസാമുദ്ദീൻ വലിയിന്റെ പ്രിയപ്പെട്ട ശൈഖായിരുന്നു. ആ മഹാനുഭാവന് 40ാമത്തെ വയസ്സെത്തുമ്പോ അള്ളാനെ പറ്റിയിട്ട് പാട്ടുപാടലായിരുന്നു. അള്ളാനെ പറ്റി പ്രേമവാചനമാകുന്ന പടച്ചവനെ പറ്റിയിട്ട് ഇങ്ങനെ വാദോരാല കവിതകൾ ആലപിക്കുന്നു, പാട്ടിങ്ങനെ പാടി നടക്കുന്നു. ഏത് സമയത്തും ഒരു പ്രേമിക്കുന്ന ഒരാള് പാട്ടുപാടും. ആരെ പറ്റിയാ? താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ പറ്റി ഇങ്ങനെ പാട്ടുപാടി നടക്കുന്നു. ഇവിടെ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പാട്ട് പാടുന്നത് ആരെ പറ്റിയാ? തന്റെ പ്രേമവാദനത്തെ പറ്റിയാണ്, വേറെ ആരുമല്ല. സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയാ. അങ്ങനെ പാട്ട് പാടുമ്പോൾ പാട്ടിന്റെ ആ കവിത ആലപിക്കുമ്പോ അറിയാതെ ബോധം കെട്ട് വീഴുന്നു. പിന്നെ മഹാനവറുകളെ കുലുക്കി വിളിച്ചാലും ഉണരൂല, വെള്ളം കുടഞ്ഞാലും എഴുന്നേക്കൂല. പക്ഷെ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയോ? പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കുകയാ, ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേക്കു വരൂ, ഹയ്യാലൽ ഫലാ. ഇതാണ് വിജയത്തിന്റെ പറുദീസ, ഒന്ന് വരുമോ എന്ന് വിളി വരുമ്പോ മഹാനവറുകൾ ചാടി എഴുന്നേക്കുകയാ. എന്നിട്ട് മഹാനവറുകൾ നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് വീണ്ടും കവിത ആലപിക്കുകയാ. ഉടൻ തന്നെ ബോധം കെട്ടങ്ങ് വീഴുകയാണ്. പടച്ചവനെ ഓർക്കുമ്പോ, അള്ളാനെ ഓർക്കുമ്പോ ബോധം കെട്ട് നിലത്ത് വീഴുകയാ. പിന്നെ മഹാനവറുകൾ തലപൊക്കൂല, ആരെ പിടിച്ചാലും എഴുന്നേക്കൂല. പിന്നെ മഹാനവറുകൾ എഴുന്നേക്കും അടുത്ത വഖത്ത് നിസ്കാരത്തില. അങ്ങനെ ജീവിതം തള്ളി നീക്കുമ്പോ ഒരു മുഹറം മാസം 5-ാം തീയതി എത്തി മരണാസന്നനായ ഖാജാ ബഖ്തിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇശാ നമസ്കാരത്തിന്റെ സമയത്താണ് സക്കറാത്തിന്റെ ഹാല് വന്നത്. ആ സമയത്ത് മഹാനവറുകൾ പെട്ടെന്ന് ഇശാ നമസ്കരിച്ചു. ഇശാ നമസ്കരിക്കുമ്പോഴേക്ക് മഹാനവറുകൾ തളർന്ന് വീഴുകയാ. നോക്കുമ്പോൾ മരണം നടന്നിട്ടില്ല, മഹാനവറുകൾ മരണപ്പെട്ടിട്ടില്ല, ബോധം കെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ആരോ വിളിച്ചു, മഹാനവറുകൾ എഴുന്നേക്കുകയാ. മുഖത്ത് വെള്ളം കുടഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, ഇശാ നമസ്കാരം നിർവഹിച്ചോ? നിങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനി എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ഇനി എന്നും എനിക്ക് റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടി ഇശാ നമസ്കരിക്കുകയാ. സലാമിട്ടുമ്പോ ബോധം കെട്ട് വീഴുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, നിസ്കാരം നടത്തിയോ? ആളുകൾ പറഞ്ഞു, മുരീദുമാര് പറഞ്ഞു, അതെ നിങ്ങൾ നിസ്കരിച്ചോ? ഇല്ല, എന്നും എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇശാ നമസ്കരിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇശാ നമസ്കരിച്ചു. അതിനുശേഷം ഈ ലോകത്തോട് മുഹറം മാസം 5-ാം തീയതി പാതിരാത്രിയിൽ മഹാനവറുകളെ ലോകത്തോട് വിട പറഞ്ഞു. ചിന്തിക്കന്റെ സഹോദരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും അല്ലാഹനെ ഓർക്കാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗമേതാ? അത് 5 നേരത്തെ നമസ്കാരമാണ്. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പള്ളിയിലെ ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്രയാണ്. ഏത് പള്ളിയിലാണ് നമ്മൾ നമസ്കരിക്കുക? പ്രിയപ്പെട്ടവരെ, പള്ളികളിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കാരം നമ്മൾ മറക്കുന്നു. ബാങ്ക് കേൾക്കുന്ന സമയത്ത് ശൈത്താൻ പോലെ കീഴ്വായി വിട്ടുകൊണ്ട് ഓടി വിളിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും ഭയപ്പെട്ടുകൊണ്ട് പോകുന്നത് നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളി മുഴങ്ങുമ്പോഴാണ്. ശൈത്താന് പോലും പേടിയാണ്. കാരണം ഈ നിസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? ഗൗരവമുള്ള വിഷയമല്ലേ? ആ സമയത്ത് പിശാച് പോലും ഭയന്ന് വിഹ്വലനായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പിശാച് ഓടി അകലുമെന്ന്. തേവമ്പാറ പള്ളിയുടെ ബാങ്ക് മിനാരത്തിലൂടെ കേൾക്കുമ്പോ ഇവിടുന്ന് ശൈത്താൻ ഒരൊറ്റ ഓട്ടമാണ്. തൊളിക്കോട് എത്തുമ്പോഴെടാ, തൊളിക്കോട് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, അബ്ദുൾ റഷീദ് മൗലവി ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. അങ്ങനെ ഇടത്തോട്ടൊരു ഓട്ടമാണ്.
അങ്ങനെ പോകുമ്പോ തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു. ശൈത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബേജാറായി ഓടി എവിടെയാണ് ചെല്ലുക ഒരു പിടുത്തോ ഇല്ല. ഇതെന്തിന്റെ പേരിലാണ്? ഈ പള്ളിയിലേക്ക് വിളിക്കുന്നത് അവിടെ കമ്മിറ്റി കൂടാനല്ല, ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് അവിടെ കഞ്ഞി വിളമ്പാനല്ല, ആ പള്ളിയിലേക്ക് വിളിക്കുന്നത് കണക്കവതരിപ്പിക്കാനല്ല, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് ശൈത്താൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായാൽ, നമുക്കതൊരു ലഹരിയായി മാറിയാൽ, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, കാന ഇദാ ഹസബഹു അംറുൻ, എന്തെങ്കിലും ഒരു വിഷമം നബി തങ്ങൾക്ക് ഉണ്ടായാൽ, ഫസഅ ഇല സ്വലാത്തി, നബി തങ്ങൾ ആ സെക്കൻഡിൽ കൈകെട്ടി നമസ്കരിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. ഇന്ന് പ്രതിസന്ധി വന്നപ്പോ പള്ളി പൂട്ടിയിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. അന്ന് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുമ്പോഴും പള്ളിയിൽ വരുമായിരുന്നു നിസ്കരിക്കാൻ. ഇന്ന് പ്രശ്നങ്ങളും വിഷമങ്ങളും വന്നപ്പോ നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങി. എല്ലാം തലതിരിച്ചിട്ടാ അല്ലേ? പള്ളിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ തേവൻപാറയുള്ള ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം നടക്കേണ്ടത് പള്ളിയിലാണ്. ഈ തേവൻപാറ നിവാസികളുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ പള്ളി. പുറത്തു നടക്കുന്ന ചർച്ചകൾക്ക് പരിഹാരം കാണേണ്ടത് പള്ളിയിലാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും പറയുമ്പോ അതങ്ങ് പള്ളി ചെന്ന് പറയണം. എന്താ അതിന്റെ അർത്ഥം? ഏത് വിഷയത്തിനും പരിഹാരം പള്ളിയിൽ നിന്ന് ഉണ്ടാവും. ഇന്ന് പള്ളിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലാണ്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം വീടുകളിലാണ്. മുമ്പ് വീടുകളിലും നാടുകളിലും കടകളിലും കമ്പോളങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ബിസിനസ് സാമ്രാജ്യങ്ങളിലും നടന്ന ചർച്ചകൾക്ക് പരിഹാരം കാണുന്നത് നാട്ടിലെ പള്ളികളിലായിരുന്നു. എല്ലാം തലതിരിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിലേക്ക് വ്യാപൃതനാകാൻ കാരണം, എന്നെ ഓർക്കുമ്പോ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഓർക്കാനുള്ള ദിക്ർ എന്ന് ഖുർആൻ രണ്ടാമതായി പറഞ്ഞത് അഖിമി സ്വലാത്ത ലിദിക്രി, നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനപ്പാടമുള്ള ചരിത്രമാണ്. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനെ ചതിയിലൂടെ മക്കത്ത് കൊണ്ടുവന്നു. മദീനയിൽ നിന്ന് 10 പേരെ മക്കക്കാര് പുതുവിശ്വാസികൾ എന്ന വേജേനെ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് 10 പേരെ ഞങ്ങളോടൊപ്പം വിട്ടുതരണമെന്ന് പറഞ്ഞു. ആസിം തങ്ങളടക്കം ഖുബൈബ് തങ്ങളടക്കം 10 പ്രമുഖരായ അറിവുള്ള പ്രഗത്ഭരായ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ഖുർആനിനെ കൃത്യമായി പാരായണം ചെയ്യുന്ന നല്ല പാഠവമുള്ള 10 പേരെ വിട്ടുകൊടുത്തു. അതിൽ 9 പേരെയും കൊന്നുകളഞ്ഞു. ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊന്ന രീതിയും അദ്ദേഹത്തിന്റെ മയ്യത്തിനടുക്കൽ ഒരിക്കലും ശത്രുക്കളെ കടന്നു വരാത്തതും ഒക്കെ ചരിത്രങ്ങൾ കേട്ടാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ടോ ത്യാഗമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ രോമമല്ല എഴുന്നേക്കുക, നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് നമ്മൾ തന്നെ എഴുന്നേക്കും. കാരണം അത്രയും വികാരമാണ് നമുക്ക് അവരെ പറ്റി പറയുമ്പോൾ. ആസിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് 1 മണി വരെ പറയേണ്ടി വരും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ തൂക്കിക്കൊല്ലും. എവിടെ വെച്ചാ? അന്നും മക്കക്കാർക്ക് പേടിയായിരുന്നു. അന്നും മക്ക കുഫാറുകൾക്ക്, മക്കയിലെ പുരാതന ഫാസിസ്റ്റുകൾക്ക് പേടിയായിരുന്നു. ഏത്? ആ ഹറം ബൗണ്ടറി എന്ന് തന്നെ അവർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഹറമിന്റെ പരിധിക്ക് അപ്പുറത്ത് കൊണ്ടുവച്ചാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. എവിടെ? തൻഈമിൽ. തൻഈം അറിയോ? മസ്ജിദ് ആയിഷ പള്ളി എന്ന് പറയുന്ന പ്രദേശം. കാരണം ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിലാണ്. അതുകൊണ്ടാണ് രണ്ടാമതൊരു ഉംറ ചെയ്യാൻ ഇഹ്റാം കെട്ടാൻ നമ്മൾ ഔട്ടിലേക്ക് പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോ ഖുബൈബ് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും അഭിലാഷം ഉണ്ടോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു നല്ല മൂർച്ചയുള്ള കത്തി തരുമെന്ന് ചോദിച്ചു. ശത്രുക്കൾ കരുതി ആത്മഹത്യ ചെയ്യാനായിരിക്കും, സ്വന്തം ചത്തോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊടുത്തു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ആ കത്തി വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കി നിന്നു ശത്രുക്കൾ.
ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? നമ്മളോട് ദാടി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് വൈമനസ്യം, നമ്മളോട് തൊപ്പി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് വൈക്കളപ്യം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാനുള്ള വ്യഗ്രത നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു മൂർച്ചയുള്ള കത്തി വേണം. കത്തി കൊടുത്തു. നോക്കി നിന്ന് ശത്രുക്കൾ എന്താ ചെയ്യുന്നതെന്ന്. ഖുബൈബ് റളിയല്ലാഹു അൻഹു കത്തി വാങ്ങിയിട്ട് മീശയും ദാടിയും ഒക്കെ നന്നായിട്ട് ഒതുക്കി, എന്നിട്ട് നഖമെല്ലാം വെട്ടി ഒതുക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുകയല്ലേ, എന്റെ മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിച്ചിട്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ആ നഖം വെട്ടലെന്ന സുന്നത്ത് പോലും മരണക്കിടക്കയിൽ ജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മുഹിബ്ബും ആശിഖുമായിരുന്ന ഖുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഖുബൈബ് എന്ന് ചോദിച്ചു. ഇത്ര ദേഷ്യം വരാൻ കാരണം എന്തെന്നറിയോ? മക്കയിൽ ബദർ യുദ്ധം നടക്കുമ്പോ പലരെയും ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും അന്ത്യാഭിലാഷം ഉണ്ടോ? ഉണ്ട്, എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്, എന്നെ കഅബയിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് എന്നെ കൊല്ലണം കേട്ടോ. ശരി, അങ്ങനെ ചെയ്തോളാം, വേറൊന്നുമില്ലല്ലോ. കൊണ്ട് ഒന്നുകൂടെ പറയാനുണ്ട്. എന്താ? 2 റക്അത്ത് നിസ്കരിച്ചോട്ടോ, ഇനി എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. നമ്മളാണെങ്കിൽ ആ സമയത്ത് നിസ്കാരം വല്ലതും ഓർമ്മ വരുവോ? ആ സമയത്ത് നമുക്ക് നിസ്കാരം വല്ലതും ഓർമ്മ വരുവോ? ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്ത് നിസ്കരിച്ചോളാൻ പറഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹു കൈകെട്ടി. ആലോചിക്കണം, കൈ എങ്ങോട്ട് കെട്ടിയതിന് ശേഷം പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കി. സലാം വീട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ശത്രുക്കളോട് പറഞ്ഞു, പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ബഖറ ഓതി നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണമെന്ന പൂതിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾ കരുതും ഞാൻ പേടിച്ചിട്ടാണ് നിസ്കാരം നീട്ടുന്നതെന്ന്. ഇല്ലടാ, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്റെ അന്ത്യാഭിലാഷമായിരുന്നു 2 റക്അത്ത് നമസ്കാരം. അതിന് നിങ്ങൾ അനുവാദം തന്നല്ലോ. പിന്നെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് എനിക്ക് മരിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങൾ അനുവാദം തന്നല്ലോ. മരിക്കുന്ന നേരത്തെ മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കണമെന്ന കൊതിയുണ്ടായിരുന്നു, നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി എനിക്ക് മരിക്കാൻ സമയമായി, നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്ലയോ ഖുബൈബേ, നിന്നെ മാറ്റിയിട്ട് പകരം മുഹമ്മദിനെ ഇവിടെ നിർത്തിയാൽ നിന്റെ പ്രതികരണം എന്താകും? എന്താടാ നീ പറയുന്നത്? എന്റെ ഹബീബിന്റെ കാലിൽ ഈ ഖുബൈബ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുള്ളു കൊള്ളാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തൂക്കിക്കൊല്ലടാ എന്ന് പറഞ്ഞ കഴുകുമരത്തിലേക്ക് നടന്നു നീങ്ങുമ്പോഴും തന്റെ കഴുത്തിലേക്ക് തൂക്കുകയറ് വീഴുമ്പോൾ മണവാട്ടിയുടെ കഴുത്തിലെ കല്യാണമാല പോലെ കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് പുഞ്ചിരിയോടെ ഖുബൈബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ആലോചിച്ചു നോക്കൂ, മരണക്കിടക്കയിലും 2 റക്അത്ത് നിസ്കരിക്കണമെന്ന കൊതി. കാരണം എന്താ? അറിയാം, അന മഅബുദി ഇദാ ഹുവ ദക്കറനി. എന്റെ അബ്ദ് എന്നോടൊപ്പം, എന്നെ ഓർത്താൻ ഞാൻ എന്റെ അബ്ദിനോടൊപ്പമുണ്ട്. ആ ഓർക്കുന്നത് 2ാമത് ഖുർആൻ പരിചയപ്പെടുത്തിയ ഓർക്കൽ, അത് നിസ്കാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഏത് സമയത്തും നമ്മളോടൊപ്പം റബ്ബുണ്ടാവും. ഒരിക്കലും നമ്മളെ പടച്ചവൻ കൈയൊടിയില്ല. എത്ര സംഭവങ്ങളാ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഞാൻ കഥ പറയുകയല്ല, ചരിത്രം പറയുകയല്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ രോഗം വന്നു. എന്ത് രോഗമാണ് വന്നതെന്നറിയോ? രോഗത്തിന്റെ പേര് ആക്കിലത്ത് എന്ന രോഗമാണ്. ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നതെന്നാണ്. ക്യാൻസർ എന്ന പേര് തന്നെ വന്നത് ക്രാബ് എന്ന വേടിൽ നിന്നാണ്. കാർന്ന് തിന്നുന്നതെന്നല്ലേ അർത്ഥം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞണ്ട് എന്നർത്ഥം വരുന്ന ആ വാക്കിൽ നിന്ന് ക്യാൻസർ ഉണ്ടായെങ്കിൽ ആക്കിലത്ത് എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ക്യാൻസർ രോഗം പിടിപെട്ട്. എവിടെയാണ്? കാലില് ക്യാൻസർ രോഗം പിടിപെട്ടു. മുഹമ്മദ് എന്ന മകന് കൂടെയുണ്ട്. രാജാവിനെ കാണാൻ വേണ്ടി ഒരു ദീർഘയാത്ര പോയതാണ്.
രാജകൊട്ടാരത്തിന്റെ മുമ്പിലെത്തുമ്പോഴാണ് കാലം നടന്ന് ക്യാൻസർ പിടിച്ചിട്ട് നടക്കാൻ കഴിയാതെ വരുമ്പോ ഡോക്ടറിന്റെ നിർദ്ദേശം വന്നു, കാല് മുറിക്കലല്ലാതെ വേറെ വഴിയില്ല. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്നെ ഡോക്ടറോട് പറഞ്ഞു, റബ്ബ് തന്ന അമാനത്താണ്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അനുവദിക്കൂല, ഇല്ല, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചവനെ, എന്റെ ജീവൻ അപകടത്തിലായാൽ എനിക്ക് പിന്നെ നിന്നെ ഓർക്കാൻ പറ്റൂലല്ലോ, നിനക്ക് വേണ്ടി ഇബാദത്ത് എടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് കാല് മുറിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ കാല് മുറിക്കേണ്ട സമയമെത്തുമ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശമാണ്, ഇവിടെ അനസ്തേഷ്യയില്ല, ഇവിടെ മയക്കം സംവിധാനമില്ലല്ലോ, അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ രോഗിക്ക് മദ്യം കൊടുക്കും, മദ്യം യഥേഷ്ടം കൊടുക്കും, മദ്യം അങ്ങോട്ട് കുടിച്ച് മതം വരുമ്പോ ബോധം നഷ്ടപ്പെടും. കണ്ടിട്ടില്ലേ ഈ ഓടയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് ബോധം വല്ലതും കൊണ്ടോണോ? അവരടിച്ചാലും തൊഴിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല, അവരടിച്ചാലും തൊഴിച്ചാലും ഒരു ബോധം ഉണ്ടാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധം കെട്ട് ആ ബോധം കെടുന്ന സമയത്ത് കാല് മുറിക്കാനുള്ള അനുവാദം നേരത്തെ തന്നെ വാമൊഴിയാൽ വാങ്ങിയിട്ട് മദ്യം കുടിപ്പിച്ചിട്ട് ബോധം കെടുത്തിയിട്ട് കാല് മുറിക്കുന്ന കാലം. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, എന്റെ കാല് നിങ്ങൾ അങ്ങനൊന്നും മുറിക്കണ്ട, എന്റെ ഹബീബ് ഹറാമാണെന്ന് പറഞ്ഞ ആ മദ്യം ഞാൻ തൊടൂല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അല്ലാതെ ഒരു നിവൃത്തിയില്ല, നിങ്ങൾ അനുവദിച്ചേ പറ്റുള്ളൂ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് കാല് മുറിക്കണം, അത്രല്ലേ ഉള്ളൂ, അത് ഞാൻ അറിയരുത്, അത്രല്ലേ ഉള്ളൂ. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കാം, ഞാൻ കൈകെട്ടി നിസ്കരിക്കാം, ഞാൻ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ നിങ്ങൾ മുറിക്കണം, നിങ്ങൾ കാല് മുറിക്കണം, ഞാൻ സലാം വീട്ടുന്നതിന് മുമ്പ് മുറിച്ചേക്കണം, സലാം വീട്ടിയ പിന്നെ എനിക്ക് ബോധം വരും, അപ്പോ നിങ്ങൾ മുറിച്ചേക്കണമെന്ന് പറഞ്ഞു. മഹാനവറുകൾ കൈകെട്ടി നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിൽക്കുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു. മഹാനവറുകൾ അറിഞ്ഞില്ല, വേദനിച്ചില്ല, സങ്കടപ്പെട്ടില്ല. ഇതിന്റെ തഫ്സീറിന്റെയും താരീഖിന്റെയും ഗ്രന്ഥങ്ങളിൽ വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും സിനിമയുടെ തിരക്കഥകളോ ഏതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമോ ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സോ ഒന്നുമല്ല. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ നിങ്ങൾ കാല് മുറിച്ചോളാൻ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കൈകെട്ടുമ്പോ നമ്മൾ ആരെങ്കിലും അടിച്ചാൽ നമ്മൾ അറിയില്ല, നമുക്ക് ടെൻഷനും ഇല്ല, അടി കൊണ്ടതിന് ശേഷമുള്ള വേദന ഉണ്ടാവുള്ളൂ. നമ്മളെ നിസ്കരിക്കാൻ വന്നപ്പോ തേവമ്പാറ പള്ളിയുടെ മുമ്പിൽ 2-3 പേര് വടിയും തടിയുമായി നിൽക്കുന്നു, നമ്മെ അടിക്കാൻ വേണ്ടി നമ്മൾ പറയാണ്, ഞാൻ കൈകെട്ടുമ്പോ അകത്ത് കയറി നിസ്കരിക്കാൻ കൈകെട്ടുമ്പോ നിങ്ങൾ അടിച്ചോളി എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൈകെട്ടി നിൽക്കുമ്പോ നമ്മുടെ ചിന്ത എന്തായിരിക്കും? പടച്ചവനെ, റുക്കോയിലാണോ അടി വരുന്നത്, സുജൂദിൽ കിടക്കുമ്പോഴാണോ അടി വരുന്നത്, ഇരുത്തത്തിലാണോ അടി വരുന്നത്? ഈ ഒരു ചിന്തയാണ് പിന്നെ നമുക്ക് ഉണ്ടാവുക. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കാല് മുറിച്ചോളി. ആ സമയത്ത് യാതൊരു ടെൻഷനുമില്ലാതെ, യാതൊരു പേടിയുമില്ലാതെ, ഭയമില്ലാതെ, ഭയരഹിതനായി, സങ്കടരഹിതനായ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അനമഅബ്ദി ഇദാ ഹുവ ദക്കറനി, എന്റെ അടിമ എന്നോടൊപ്പമുണ്ട്, എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അല്ലാഹുവിനെ ഓർത്തപ്പോൾ, നമസ്കാരം എന്ന ദിക്ർ കൊണ്ട് പടച്ചവനിലേക്ക് അടുത്തപ്പോ അല്ലാഹുവിന്റെ സഹായം അവിടെ വന്നു. നിങ്ങൾക്കറിയോ സഹോദരാ, ചരിത്രം വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. കാല് മുറിച്ചത് കണ്ടപ്പോൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാണ് സർവസ്തുതി. 4 അവയവം തന്നിട്ട് നീ ഒന്നല്ലേ തിരിച്ചെടുത്തോളൂ, ബാക്കി 3 എനിക്ക് അവശേഷിപ്പിച്ചല്ലോ അല്ലാ. 4 അവയവം
2 കൈയും 2 കാലും തന്നിട്ട് നീ എത്രണ്ണം തിരിച്ചെടുത്തു? 1 കാല് മാത്രം, ബാക്കി 3 നീ വെച്ചല്ലോ. അൽഹംദുലില്ലാ. നമ്മൾ പറയുന്നത് എന്താ? ഈ വെച്ചിരിക്കുന്ന 3 അല്ല നോക്കുന്നത്, ഒന്ന് പോയല്ലോ പടച്ചോനെ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 തന്നിട്ട് 1 തിരിച്ചെടുത്തോളൂ, 3 നീ എനിക്ക് തന്നില്ലേ, ഇത് ആരുടെ മെടുക്ക? അൽഹംദുലില്ലാ. ഇതൊക്കെ പറഞ്ഞ് യാത്ര ആരംഭിക്കാൻ നേരത്ത് കുതിര വന്ന് തട്ടിയിട്ട് മുഹമ്മദ് എന്ന പൊന്നുമോ മരണപ്പെടുന്നു. മുഹമ്മദ് എന്ന മകൻ മരണപ്പെടുന്നു. ആ ചരിത്രം നമ്മൾ ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ കരയാതെ ഒരുത്തനും അത് വായിച്ചു തീർക്കാൻ പറ്റില്ല. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളുടെ പൊന്നുമോനെ മുഹമ്മദ് കുതിരയുടെ കൊളമ്പടി കൊണ്ട് മരിച്ചു. മരിച്ച വിവരമറിഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവേ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പടച്ചവനെ നീ എനിക്ക് 8 മക്കളെ തന്നു, അതിൽ 7 എനിക്ക് ബാക്കിയാക്കിയിട്ട് 1 നീ തിരിച്ചെടുത്തോളൂ. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള റബ്ബിനോടുള്ള താല്പര്യമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2ാമത് ദിക്ർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത് നിസ്കാരമാണ്. ഇദാ അന മഅബ്ദി ഇദാ ഹുവ ദക്കറനി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ ഓർക്കുമെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രതിരോധത്തിന്റെ കവചം, പ്രതിരോധത്തിന്റെ കോട്ട നിർമ്മിക്കാൻ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കേണ്ട സമയം പറഞ്ഞുതരാം. എപ്പോഴെന്നറിയോ? രാത്രി അലാറം വെക്ക്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്കുക, നന്നായിട്ട് ഒളു ചെയ്യുക, മുസല്ല വിരിക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് കൈകെട്ടി നിസ്കരിക്കുക. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പറയാനുള്ളതൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് അറബിയിൽ നമ്മൾ റബ്ബിനോട് സംസാരിക്കുക. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് റബ്ബിന്റെ നേരെ കൈകൾ നീട്ടിക്കിട്ട്, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങുമ്പോ, എന്റെ ഭാര്യ ഉറങ്ങുമ്പോ, എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും എന്റെ ഉറ്റവരും ഉടയവരും 4 ഭാഗത്തു വന്നാസുനിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ, റബ്ബേ, ഞാൻ നിന്റെ മുന്നിൽ ഈ മാമരം കോച്ചുന്ന തണുപ്പത്ത് ഒളുവ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചത് എന്റെ ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാ റബ്ബേ. നിനക്കത് എളുപ്പമാണ്, നീ എനിക്ക് ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹു, എനിക്ക് ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ തമ്പുരാനെ, നീ അത് സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ദുആ ചെയ്ത് നിസ്കരിച്ച് സലാം വീട്ട് നിങ്ങൾക്ക് അല്ലാഹു തആല നേരം വെളുക്കുമ്പോ ഒരു ഗുഡ് ന്യൂസ് റബ്ബ് തരും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഇനി ആരും ഇങ്ങനെ ചെയ്യൊന്നും വേണ്ട, എങ്കിൽ നടക്കൂല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലാഹനെ പരിശോധിക്കാൻ വേണ്ടി നടക്കണ്ട. നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ ഈമാനിനെ ഇഹ്തിസാബ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നേടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 2 കാര്യങ്ങളുണ്ട്. ഇനി 2 കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നത് 1/2 മണിക്കൂർ മാത്രം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഒരു കാര്യം പറയാം. നാളെ ബഹുമാനപ്പെട്ട EP അബൂബക്കർ മൗലവി ഉസ്താദ് അവറുകളാണ്. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും നമ്മൾ സഹകരിച്ചതുപോലെ നാളത്തെ ഒരു ദിവസം കൂടി ഇൻഷാ അല്ലാഹ് ഈ സംരംഭവുമായി നമ്മുടെ സഹകരണം ഉണ്ടാകണം. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സമയം തന്നെ മാറ്റിവെച്ച്, നമ്മുടെ മഹല്ലിൽ നടക്കുന്ന പരിപാടിയാണ്, കൃത്യമായി നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അത് മുമ്പായി ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും, ഒരു നല്ല സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും നിക്ഷേപിക്കും. എല്ലാവരും നല്ല നിലയിൽ നല്ല ഇഖ്ലാസോടുകൂടി നല്ല ഒരു സംഭാവന ആ ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. 3ാമതായി അല്ലാഹു പരിചയപ്പെടുത്തിയ ദിക്ർ ഏതാണ്? ഖുർആൻ പറഞ്ഞ 3ാമത്തെ ദിക്ർ ഈ നമസ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന ദിക്റുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഗ്രന്ഥമുണ്ടല്ലോ. ആ ഗ്രന്ഥം ശ്രദ്ധിക്കണേ. നമ്മൾ ഒരിക്കലും നമുക്ക് അല്ലാഹു തആല നഷ്ടമായി പോകാതെ റബ്ബിന്റെ ഇടപെടൽ നമുക്ക് ഉണ്ടാകുന്ന 3ാമത്തെ ദിക്ർ അല്ലാഹു പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അനമാബുദി ഇദാ ഹുവ ദക്കറനി, എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ എന്റെ ദാസനോടൊപ്പമാണ്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന 3ാമത്തെ ദിക്ർ ഏതാണ്? ഇന്നാ
നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹാഫിളൂൻ. അല്ലാഹ് പറയുകയാണ് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ, ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, വഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നാം തന്നെ സൂക്ഷിക്കുന്നതാണ്, ഞാൻ തന്നെ സംരക്ഷിക്കുന്നതാ. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഏതോ ഒരു വിവരദോഷി ഹൈക്കോടതി എവിടെയോ കേസ് കൊടുത്തിരിക്കുന്നു. എന്താണെന്നറിയോ? ഖുർആനിലെ ചില വേടുകൾ മാറ്റണം. എടാ, എന്റെ വാപ്പ വന്നാ നടക്കുവോ? ഇവന്റെ തന്ത വന്നാ നടക്കുവോ ഖുർആനിൽ നിന്നൊരു അക്ഷരം മാറ്റാൻ? ബോധം വേണ്ടത് ചിന്തിച്ചു നോക്ക്. ഇതെന്നല്ലേ അന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞത്? അന്താക്കിയയിലെ ജനങ്ങൾ വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു ഖിളർ നബിയും മൂസാ നബിയും തമ്മിൽ നടന്ന സംഭാഷണം, യാത്ര, നമുക്കറിയാം, കപ്പൽ യാത്ര. അതിൽ മൂന്നാമത് നടന്നത് ഒരു മതിൽക്കെട്ടിന്റെ മുമ്പിലെത്തുമ്പോ ആ മതിൽക്കെട്ട് പൊളിഞ്ഞു വീഴാറായി കിടക്കുന്നു. ആ നാട്ടുകാരോട് ഇച്ചിരി പച്ചവെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല. ആ നാട്ടുകാരിൽ മതില് പൊളിഞ്ഞു വീഴാൻ കിടന്നപ്പോ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം അതിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് മേശരി പണി നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ചോദിച്ചു അദ്ദേഹത്തോട്, ഏയ്, പച്ചവെള്ളം തരാത്ത ഇവർക്ക് എന്തിനാ മതിൽ കെട്ടി കൊടുക്കുന്നത്? നീ ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് പാവപ്പെട്ട യതീമീങ്ങളായ 2 മക്കൾ അവരുടെ മാതാപിതാക്കൾ മരണപ്പെടുമ്പോ ഇതിനകത്ത് നിധി കുഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ അതെടുക്കാൻ അവർക്ക് പ്രായമായില്ല. അവർ യുവാക്കളാകുമ്പോ അവരതെടുക്കും, അള്ളാഹു അറിയിച്ചു കൊടുക്കും. അപ്പൊ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മതിൽ കെട്ടി അടച്ചതാ. ആലോചിച്ചു, ഇത് എവിടത്തെ നാട്ടുകാരാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആഹാരവും വെള്ളവും ചോദിച്ചപ്പോ അവര് കൊടുത്തില്ല. അവര് തടഞ്ഞു, അവര് കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി എന്ന ആയത്തിറങ്ങി. അന്താക്കിയക്കാര് നബി തങ്ങളുടെ മുമ്പിൽ വന്നു. പണ്ട് നടന്ന, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഓതുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഇത് ഏത് നാടെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അന്താക്കിയയിലായി സംഭവം നടന്നത്. അന്താക്കിയക്കാർ അറിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, മുത്തുനബിയെ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഒരു റിക്വസ്റ്റുമായിട്ട് വന്നതാ. എന്താ പറയൂ? ആ സമയത്ത് നബി തങ്ങളോട് പറഞ്ഞു, ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങളുടെയൊക്കെ ഉപ്പാപ്പമാര് കാണിച്ചു വെച്ചതാണ്, പക്ഷെ നാണക്കേട് മാറിയിട്ടില്ല. നാട്ടിലെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ അതിനുശേഷം വരുന്ന മുഴുവൻ ആളുകളും അതിന് കണക്ക് പറയേണ്ടി വരും. ആ പേര് മാറൂല, ആ നാടിന്റെ മോശമായ പേര് പിന്നെ മാറൂല. അങ്ങനെ ഉണ്ടല്ലോ. അന്താക്കിയ ആ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഏയ് അള്ളാന്റെ ഹബീബെ, ഞങ്ങൾ ചെറിയൊരു ആഗ്രഹമായിട്ട് വന്നിരിക്കാൻ. എന്താ നിങ്ങൾക്ക് ആഗ്രഹം? പിന്നെ ഈ അബൗ അയ്യുളയ്യിഫുഹുമ എന്ന കഹഫിന്റെ ആയത്തുണ്ടല്ലോ, ഈ അബൗ എന്ന് പറയുന്ന ബാഇന്റെ അടി കിടക്കുന്ന പുള്ളിയെ എടുത്തൊന്ന് മുകളിൽ വെച്ച് തരും. അടി കിടക്കുന്ന പുള്ളി എടുത്ത് മുകളിൽ വെക്കുമ്പോ എന്താവും? ബാഇന്റെ അടി കിടക്കുന്ന പുള്ളി എടുത്ത് മുകളിൽ വെക്കുമ്പോ എന്താവും? നൂനാവൂലേ? അപ്പൊ അനൗ എന്നാവും. അടിയിൽ കിടക്കുന്ന ഒരു പുള്ളി എടുത്ത് മുകളിൽ വെച്ച ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ ഒരു പുള്ളി കൂടെ അധികം ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പൊ എന്തായി? അത്തൗ. അപ്പൊ അർത്ഥം എന്താവും? പിൽക്കാലത്ത് ലോകാവസാനം വരെ ഓതുന്ന ആളുകൾ ഓതും, അവരടുത്തേക്ക് ചെന്നപ്പോൾ അവർ ഭക്ഷണവുമായിട്ട് ഓടി വന്നു എന്നർത്ഥമായി. നേരത്തെയുള്ള അർത്ഥം എന്താ? ഭക്ഷണം കൊടുക്കാതെ അവർ വിലങ്ങി നിന്നു. അർത്ഥം നേരെ തിരിഞ്ഞില്ലേ? ഇങ്ങനെ ഒന്ന് ആക്കി തരണം, നാണക്കേടുകൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള അന്താക്കിയക്കാര് വന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാണുന്ന സൂര്യൻ എന്റെ വലത് കയ്യിലും ഈ കാണുന്ന ചന്ദ്രൻ എന്റെ ഇടത് കയ്യിൽ വെച്ച് തന്നാലും വിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരത്തെയോ ഒരു വള്ളിയെയോ ഒരു പുള്ളിയെയോ മാറ്റിമറിക്കാൻ ഈ മുഹമ്മദിന് അനുവാദമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് പരിശുദ്ധമായ ഖുർആനാണ്, ഇതിനെ ഇറക്കിയത് അല്ലാഹുവാണ്. ലോകത്തൊരു ജബ്ബാറിനും അതിന് കഴിയൂല, ലോകത്തൊരു ജാമിലക്കും അതിന് കഴിയൂല, ലോകത്തെ ഒരു ഫാസിസ്റ്റുകൾക്കും ജിഹാദ് എന്ന വേട് മാറ്റാൻ അല്ലെങ്കിൽ ഹലാൽ എന്ന വേട് മാറ്റാൻ ഒരു കച്ചവടക്കാരനും കഴിയൂല. ലോകത്ത് ആരൊക്കെ എന്ത് ശ്രമം നടത്തിയാലും വിശുദ്ധ ഖുർആനിന്റെ ഒരു വേടല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹറക്കത്തല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു പുള്ളി അത് മാറ്റാൻ ലോകത്തൊരുത്തനും കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പടച്ചവന്റെ ഗ്രന്ഥമാണ്. അല്ലാഹു തആല അവന്റെ ഗ്രന്ഥമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ദിക്ർ എന്നാണ്. അന മഅബ്ദി, ഞാൻ എന്റെ അടിമയോടൊപ്പം ഉണ്ടാകും. ഇദാഹു ദക്കറനി, എന്നെ ഓർക്കുന്ന സമയമത്രയും. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ ദിക്ർ ഖുർആനാണ്. ഖുർആൻ മുറുകെ പിടിച്ചാൽ ഏത് സമയത്തും അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടാവും.